പത്തനംതിട്ട കോന്നിയിൽ നിർത്തിയിട്ട കെ.എസ്.ആർ.ടി.സി ബസ് ഉരുണ്ട റോഡരികിലെ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. ഹാൻഡ് ബ്രേക്കിൽ നിർത്തിയിരുന്ന വാഹനമാണ് ഉരുണ്ടുപോയത്. ഞാനിവിടെ നിൽക്കുകയും അവിടുന്ന് വണ്ടി സ്റ്റാർട്ടായി കിടന്ന വണ്ടിയാണ് ഉരുണ്ട് വന്ന് റോഡിൻ്റെ കൈവരി ഇളക്കി, ആ കൈവരിയുടെ മണ്ടയിൽ കൂടെ റോഡിന് കുറുകെ വന്ന് സിംലയുടെ കൈവരി ഇളക്കി, ലൈറ്റ് വെച്ചിരുന്ന ആ ലൈറ്റ് ഇടിച്ചിളക്കി, സിംലയുടെ ഫ്രണ്ടിലെ ചൈനീസിൻ്റെ പ്രത്യേക ഒരു കാളുണ്ടാക്കിയിരുന്നു, അതെല്ലാം ഇടിച്ചിളക്കി വന്നു. ജീവൻ രക്ഷപ്പെടാനുള്ള ഒരിതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരോടെ ആ മൂലയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി അങ്ങ് പോവുകയും ചെയ്തു. കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തലനാരിഴയ്ക്കാണ് ഒരു ഇരുചക്ര വാഹനം അതുവഴി കടന്നു പോകുന്നത്. അല്പം കൂടി മുന്നോട്ടായിരുന്നു എങ്കിൽ ആ ഇരുചക്ര വാഹനത്തിൽ പോയവർക്ക് അപകടമുണ്ടായതിനെ. ഒപ്പം തന്നെ ആ നടപ്പാതയിൽ കൂടെ പോകുന്നവരും ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് അപകടം ഒഴിവായത്. വിശദാംശങ്ങൾ എന്താണ് അഭിലാൽ? രാവിലെ 7:40 അപകടമുണ്ടാകുന്നത്. കോന്നിയിൽ നിന്ന് ഊട്ടുപാറയ്ക്ക് സർവീസ് നടത്തുന്ന കെ.എസ്.ആർ.ടി.സിയുടെ ഓർഡിനറി ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസ് സർവീസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഹാൻഡ് ബ്രേക്കിൽ നിർത്തിയിട്ട് പിന്നീട് ഡിപ്പോയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ സമയം വാഹനം മുന്നോട്ട് നീങ്ങുകയും പുനലൂർ മൂവാറ്റുപുഴ പാത മറികടന്ന് എതിർദിശയിൽ ഉള്ള ഫുട്പാത്തിൻ്റെ കൈവരിയിലിടിക്കുകയും പിന്നീട് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്ത ശേഷമാണ് ഹോട്ടലിലേക്ക് പാഞ്ഞു കയറിയത്. ബസ് കടന്നു പോകുന്ന ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ബസ് ഉരുണ്ട് നീങ്ങുമ്പോൾ തന്നെ റോഡിലൂടെ ഒരു ഇരുചക്ര വാഹനം കടന്നു പോകുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മോട് വിവരങ്ങൾ പങ്കുവച്ച ശിവൻപിള്ളയടക്കം 2 പേർ ഓടി മാറുന്നതായും കാണാം. എന്തായാലും വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. അതായത് ഈ സമയം മറ്റ് വലിയ വാഹനങ്ങളൊന്നും തന്നെ റോഡിലൂടെ കടന്നു പോകാതിരുന്നതാണ് ഭാഗ്യമായി മാറിയത്. അതേസമയം തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ബസ്സിൻ്റെ മുൻവശത്തെ ചില്ലും ലൈറ്റും ഉടഞ്ഞു പോയിട്ടുണ്ട്. കൈവരികൾ തകരുകയും ഇലക്ട്രിക് പോസ്റ്റ് നാശം നേരിടുകയും ഒപ്പം തന്നെ ഹോട്ടലിൻ്റെ മുൻവശത്തെ ക്യാബിൻ തകരുകയും ചെയ്തിട്ടുണ്ട്. ശരി അഭിലാൽ.